ഗൈസ് യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും ഹൈപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അതെ, ആള് ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കേട്ട് നോക്കാം. ഓക്കെ അച്ഛൻ ഉണ്ടാക്കണ്ട, അടങ്ങിയിരുന്ന് കേട്ടോണം. അതാണ് ഉദ്ദേശിച്ചത്. വിന്നറായ താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ പേരിലാണ് സീസൺ അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ 7ാമത്തെ സീസണായി. പക്ഷെ 7ാമത്തെ സീസൺ കഴിഞ്ഞ് ഔട്ടായവരെ പോലും സോഷ്യൽ മീഡിയയിൽ റീച്ചില്ല, അല്ലെങ്കിൽ ആളുകൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ താങ്കൾക്ക് ഇപ്പോഴും റീച്ച് നിലനിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് മേ ബി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എന്നെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് കാണാനോ ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മേ ബി നിങ്ങളാണെങ്കിൽ വീഡിയോയുടെ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് കമന്റ്സ് ഇടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ അതിനെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പം വിന്നറായതിന്റെ ശേഷം പോലും അത്ര ഒരു ഇപ്പം റോബിനൊരു വിന്നർ പോലും അല്ല, പക്ഷെ അത്രയും ക്രൗഡ് ആയിട്ട് വേറെ ആർക്കും ഇനിയും നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം അല്ല അത് അഖിൽമാരാറിനെ പോലെ ഒരു ഇത്തരം ഒരു ബ്രില്യൻ ഗെയിമർ അത് അല്ലെങ്കിൽ ഒരു വിന്നർ അത് പറയുമ്പോഴത്തേക്ക് എനിക്കതൊരു അംഗീകാരം തന്നെയാണ്. കാരണം ഞാൻ 70 days പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ടാസ്കുകളിലൊന്നും വലുതായിട്ട് കളിച്ചിട്ടില്ല, ഞാൻ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് നിന്നത്. പക്ഷെ ആ ഇംപെർഫെക്ഷൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മേ ബി അവരിൽ ഒരാളായിട്ട് തോന്നിക്കാണും. ഞാൻ എപ്പോഴും നല്ലതിനായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. എന്റെ പോസിറ്റീവ് നെഗറ്റീവ് കാണിച്ച് തന്നെയാണ് നിന്നിട്ടുള്ളത്. നല്ല സപ്പോർട്ടായിരുന്നു ഉള്ളിൽ. അതിനുശേഷം അനീഷ് പുറത്ത് വന്നതിന് ശേഷം ആ സപ്പോർട്ടോ കാര്യങ്ങളും ഇല്ലാതെ അത് അനീഷ് മീഡിയാസിനോട് പൊതുജനങ്ങളോട് സംസാരിക്കാത്തോണ്ടാണ്. അയ്യോ എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ബ്രോയ്ക്ക് കിട്ടിയ പോലെ തന്നെ നല്ല സപ്പോർട്ടാണ് ജനങ്ങളുടെ. റോബിന് കിട്ടിയ സപ്പോർട്ടാണ്. ജയിക്കൂലേ? റിസൾട്ടും എനിക്ക് കിട്ടുന്നു. ഓരോരുത്തർ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആണ് അവർക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇപ്പൊ 1 month കഴിഞ്ഞു, എന്നിട്ടും അതിന്റെ അകത്തുള്ള പല കാര്യങ്ങളും ഇപ്പൊ പുറത്ത് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അല്ലല്ലേ? കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആണ്. കാരണം എല്ലാ വർഷവും നമുക്ക് ഒരു 100 ദിവസം ബിഗ് ബോസ് എന്ന് പറയുന്നത് 100 അല്ല, ആക്ച്വലി ഒരു 130 എന്ന് പറയാം അല്ലെ. അല്ല, തുടക്കത്തിൽ ഒരു 30 ദിവസം, എൻഡ് ചെയ്യുമ്പോൾ ഒരു 30 ദിവസം എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ പകുതിയിൽ കൂടുതൽ സമയം ഈ ബിഗ് ബോസിന് വേണ്ടിയാണ് പലരും എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്. അതുവഴി കണ്ടന്റ് കിട്ടുന്നുണ്ട്, സോഷ്യൽ മീഡിയ ചർച്ചയാവുന്നുണ്ട്, മേ ബി ചില സമയത്ത് മെയിൻ സ്ട്രീമിൽ വരാറുണ്ട് അല്ലെ. എല്ലാ സ്ഥലത്തും പോയാലും ഈ ഒരു ഷോയിനെ പറ്റി സംസാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. അനീഷ ഇറങ്ങിയ സമയത്ത് പുറത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് റോബിൻ അനുകരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും ഒരുപാട് പുള്ളിക്കാനുള്ള രീതിയിൽ മാത്രമേ പോകുന്നുള്ളൂ. എവിടെയും എന്നെ അനുകരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിപ്പോ ആൾക്ക് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് അങ്ങനെ തോന്നി, എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ തോന്നിയതായിട്ട്. അല്ല അനീഷിന്റെ ബ്രദർ ആക്ച്വലി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, എന്റെ ബ്രദർ ഇൻ ലോവിന്റെ കൂടെയാണ് പുള്ളിക്കാരൻ ക്രിക്കറ്റ് കളിക്കുന്നത്. സോ എനിക്ക് പുള്ളിക്കാരനെ പറ്റി അത്യാവശ്യം നല്ല ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ മോശമായിട്ട് ഇതുവരെയായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു സാഹചര്യത്തിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന വെച്ചിട്ട് വേറെ ഒരാളിനെ അനുകരിക്കുന്നതായിട്ട് എന്ത് ചെയ്യത്തില്ല, ഫീൽ ചെയ്യത്തില്ല. പിന്നെ എന്തായാലും ഞങ്ങളുടെ ഫെബ്രുവരിയിൽ വരെയാണ്. നിങ്ങൾ മീഡിയാസിന് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒരു ഇവന്റ് വെക്കുന്നുണ്ട്. ആവർത്തനം റോബിനില്ല, 2-3 പ്രാവശ്യം പറയാറുണ്ട്. ഇത് 100 പ്രാവശ്യം ആവർത്തിക്കാൻ പുറത്തെത്തിയതിനു ശേഷം ഡയലോഗ് പറഞ്ഞല്ലോ. വിന്നറായി നല്ലതല്ലേ? അത് PR-ന്റെ ബലം കൊണ്ട് തന്നെയാണ് തോന്നുന്നത്. അല്ല ഞാൻ പറയട്ടെ, എത്രയൊക്കെ PR എന്ന് പറഞ്ഞാലും ജനങ്ങളെ വോട്ട് ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും വിന്നർ ആവത്തില്ല. കാരണം വോട്ടിംഗ് എപ്പോഴും ആണെങ്കിലും ഇപ്പൊ വോട്ടിംഗ് ഒരു സെപ്പറേറ്റ് കമ്പനിയെ ചെയ്യുന്ന ഫൈനൽ 5 വരുന്ന ആൾക്കാരുടെ വോട്ടിംഗ് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല, എന്താ പറയാ, ഫേക്ക് ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഇൻ കേസ് അവർക്ക് എഗൻസ്റ്റ് എന്തെങ്കിലും ലീഗിൽ പോയി കഴിഞ്ഞാൽ അവരതെല്ലാം കോർട്ടിന് മുന്നാകെ കാണിക്കണം. സോ അതുകൊണ്ട് അതിലൊരു ഫേക്ക്നെസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ ബുദ്ധിയില്ല. വന്ന സീസണിന് ശേഷം പോപ്പുലറാണ്. പക്ഷെ ഇപ്പൊ ഈ സീസണിൽ ഔട്ടായ
ആർക്കും ആ ക്രൗഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ അനിമോളാണെങ്കിലും പല ഞാൻ പറഞ്ഞില്ല, ഞാൻ ആക്ച്വലി ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന് അഗൻസ്റ്റ് ആയിട്ടല്ല കളിച്ചിരുന്നത്. ഞാൻ പ്രേക്ഷകനായിട്ട് നിന്ന് പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടപ്പെടും, പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. അത് എനിക്ക് ഒരുവിധം എഫക്റ്റീവായി അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ആ ഒരു ജനങ്ങൾക്ക് ആ ഒരു കണക്ഷൻ എന്നോട് ഉള്ളതും. ക്രൗഡ് പുള്ളി വന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ജനങ്ങളുമായിട്ട് ഒരു കണക്ഷൻ. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്തും പോകുന്നത് ഞാൻ വിളിച്ചു വരുത്തുന്ന ആൾക്കാരല്ല. ഞാൻ ഞെട്ടും, ഞാൻ എങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ ഞാൻ ഒരു പിആറിനെ പോലും ഏൽപ്പിക്കാതാണ് എന്ത് ചെയ്തിട്ടുള്ള പോയിട്ടുള്ള. സോ എയർപോർട്ടിൽ അന്നത്തെ അവസ്ഥ കളിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൂടെ ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇറങ്ങുമ്പോൾ ക്രൗഡ് പുള്ളിങ്ങും ഒരുപാട് പേരുടെ ഇഷ്ടവും സ്വീകാര്യതയും എല്ലാം കിട്ടും. ഈ അനിമോള് ഡിസർവിംഗ് ഒരിക്കലുമില്ല, ഒരു അനിമോള് ഡിസർവിംഗ് തന്നെയാണ്. കാരണം വോട്ടിംഗ് ചെയ്തിട്ടല്ലേ ഇത്രയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് എല്ലാവരും ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, മനസ്സിലായില്ല. അറ്റ്ലീസ്റ്റ് ഒരു 70 to 80% ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അപ്പം പുള്ളിക്കന്നെ അത്യാവശ്യം പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സീസണിലെ ചില കണ്ടസ്റ്റന്റുകൾ പറയുന്നത് വോട്ടിംഗ് അടക്കം ഫേക്ക് ആണ്. ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യട്ടെ, എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ലീഗലി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്യട്ടെ. പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഈസി കാര്യമല്ലേ അതിനകത്ത്. എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത അത്രയും എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ്. അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് പ്രോയ്ക്ക് അതിനകത്ത് പോയെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. സോ അത്രയും അതിൻ്റെ കയറി കുറച്ച് ഒരു 1 വീക്ക് നിന്നാൽ തന്നെ അതൊരു സർവൈവർ ആണല്ലോ. ഇതിൽ അത്രയും നാൾ നിൽക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 70 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ പുറത്തു വന്നു. ഇപ്പൊ കഴിഞ്ഞ 9 സീസൺ ആണെങ്കിലും ദിൽഷ വിന്നറാണ് സമയത്ത് റോബിൻ എന്നൊരാള് പുറത്തു വന്നിട്ട് ദിൽഷക്ക് വോട്ട് ചെയ്യണം ഒരു മാസ് വോട്ടിംഗ് ദിൽഷക്ക് പോയിട്ടുണ്ട്. ബ്രോ 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു. ഇപ്പൊ ഈ പേരൊക്കെ യൂസ് ചെയ്താലേ എന്നെ ഒന്ന് ഏൻ കയറ്റാൻ പറ്റും. ഞാൻ പറയൂല, അറിയാവുന്ന അറിഞ്ഞാൽ മതി, മനസ്സിലായില്ലേ. അത്രേ ഉള്ളൂ. അല്ല അങ്ങനെ നടന്നിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, കുറെ വർഷമായില്ലേ. പിന്നെ ഇതൊക്കെ ഓർത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ല എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല. എല്ലാവരുടെ സൗഹൃദം മാത്രമേ ഉള്ളൂ. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടുത്ത സീസണിൽ പൊടി പോകാൻ സാധ്യത? പൊടി പോവാൻ അത് പൊടിയുടെ അടുത്ത് ചോദിക്കണം. പൊടിക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊടി പോട്ടെ, അത്രേ ഉള്ളൂ. പൊടിക്ക് താല്പര്യമുണ്ടെങ്കിൽ പോട്ടെ. പൊടി പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. പൊടി പോയി കഴിഞ്ഞാൽ പിആർ വെക്കോ? ഞാൻ ഒരിക്കലും ഇല്ല. പൊടി ഇൻ കേസ് പൊടിയുടെ ഇഷ്ടപ്രകാരം പൊടി പോകണമെന്നുണ്ടെങ്കിൽ പൊടി അവിടെ കളിച്ച് പൊടിക്ക് കിട്ടുന്നത് മാത്രം ഇത് ചെയ്തിട്ട് വരട്ടെ. ഞാൻ പിന്നെ എന്റെ വൈഫ് എന്നുള്ള രീതി ഒബ്വിയസ്ലി ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്താ പറയുക, പിആർ അങ്ങനെ കൊടുക്കുന്നില്ല. അതിനാണ് സീസൺ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പൈസ അത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് നിർത്തും. പറഞ്ഞു കൊടുക്കാൻ അനീഷിന്റെ ഒന്നും കൂടെ ആളില്ലാത്തതിന്റെ കാരണം എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൈസന്റെ എഫക്ട് തീർന്നേ. ഇനി അടുത്ത ഗഡു കൊടുക്കണം, എന്നാ കൂടെ ഉണ്ടാവും. അതാണ് പിആറിന്റെ മെച്ചം. അതായത് അനീഷ് ഉണ്ടായിരുന്നത് അനീഷിനോടുള്ള ഇഷ്ടം കാരണം ഒന്നല്ല, ഒരു വിഭാഗം ഇത്ര ശതമാനം ഉണ്ട്, ഓക്കെ. അതല്ലാതെ മറ്റുള്ളവരോടുള്ള ദേഷ്യം കാരണം ഇനി അവർക്ക് കിട്ടണ്ട, എങ്കിലും ഇനി കിട്ടുകയാണെങ്കിൽ ഇന്ന ആള് ജയിച്ചു പോകട്ടെ എന്ന് കരുതിയിട്ട് കൂടിയവരാണ് ഈ അനീഷിൻ്റെ പിള്ളേർ. അല്ലാതെ ഒരു പ്രത്യേക ഇപ്പോൾ ആളൊക്കെ പറയുന്ന ആളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, അതായത് നിങ്ങളെപ്പോലെ തന്നെ ജനപിന്തുണയോടെ ഏത് വകുപ്പിലാ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അത് എപ്പോഴെങ്കിലും വെറുതെ വായിൽ എന്തെങ്കിലും തോന്നു വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. റോബിന്റെ ഫാൻസ് അല്ലെങ്കിൽ റോബിന്റെ ചുറ്റിനും ഉണ്ടായിരുന്ന ആരാധകർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു സീസണിലും ഒരാൾക്കും ഉണ്ടായിട്ടില്ല. ഇപ്പൊ പൊടി പോയി കഴിഞ്ഞാല് പിആർ നോക്കുമെന്ന് ചോദിച്ചില്ലേ, അതിന്റെ ആവശ്യമില്ല. റോബിന്റെ ഫാൻസ് തന്നെ ഇപ്പോഴും അത്ര ശക്തമാണ്, അത് അത്രത്തോളം ഉണ്ട്. അത് തന്നെ ധാരാളം. അത് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഇതുവരെ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകാൻ പോലുമില്ല. ഡോക്ടർ രജിത് കുമാർ ബിഗ് ബോസ് സീസൺ 2 ഭയങ്കര ക്രൗഡ് ഫുൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഭയങ്കര ഹെവി മാസീവായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ആള് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ലെവലിൽ വരില്ല എന്നൊക്കെ കുറേ ആൾക്കാർ കരുതിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും അപ്പുറത്തേക്കാണ്, അതിന്റെ 4 ഇരട്ടി പവറിലാണ് റോബിൻ വന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് ആൾക്കാരുണ്ടാക്കിയിട്ടുള്ളത് അഖിൽമാരാറാണ്. അഖിൽമാരാറിൻ്റെത്
രജിത് കുമാറിന്റെ അത്ര പോലും ഇല്ല. അനീഷ് കഴിഞ്ഞ ദിവസം ഒരു ഇതിന് പോയിട്ടുണ്ട്, ഒരു ഉദ്ഘാടനത്തിന്. എത്ര പേരുണ്ടെന്ന് അറിയോ? നമ്മളിപ്പോ അത് പറയുന്നതല്ല, പക്ഷെ അതെ ഈ ഫാൻസിന്റെ പവറിന്റെ കാര്യം പറയുമ്പോഴാണ് ഇതിന്റെ ലാസ്റ്റ് ഇത് റോബിൻ പറഞ്ഞൊരു സംഭവമില്ലേ, PR ഒക്കെ അങ്ങനെയാണ്, അവരുടെ പൈസേന്റെ എഫക്ട് തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ് അതുവരെ തള്ളി കൊണ്ടുപോകും. ഇനി അടുത്ത മാസത്തെ ഗഡു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടന്നേക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും ബൂസ്റ്റ് ചെയ്തിട്ട് എത്തിക്കുന്നതിനൊരു പരിധി ഉണ്ട്. തീർച്ചയായും ആ പരിധിക്ക് അപ്പുറത്തേക്ക് പിന്നുള്ളത് ഓർഗാനിക് ആയിട്ട് വന്ന ഇഷ്ടങ്ങളും സപ്പോർട്ടുമാണ്. അത് കാണുന്നതാണ്. അതുണ്ടാവും കേട്ടോ, അത് ഇപ്പൊ അനീഷിനും ഉണ്ടാവും. ആ ഓർഗാനിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇപ്പൊ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഉള്ളത് ഓർഗാനിക്, അല്ലാതെ ഈ അതിനു വേണ്ടിയിട്ട് ഈ വെറുതെ ഒരു ജസ്റ്റ് പുള്ളി ചെയ്ത് നിന്ന ആൾക്കാരൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഓർഗാനിക് ആയിട്ട് ആളെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോഴും അതേപോലെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതാണ് അതിന്റെ സത്യാവസ്ഥ. എന്താണെങ്കിലും ഗംഭീര മറുപടികളായിരുന്നു കേട്ടോ, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.